തളച്ച കഥയെക്കുറിച്ച് അറിയാം. പണ്ട് കള്ളിയങ്കാട്ട് എന്ന സ്ഥലത്ത് നീലി എന്നൊരു ഭീകരയായ യക്ഷി ഉണ്ടായിരുന്നു. അവൾക്ക് വലിയ ശക്തികളും ഉണ്ടായിരുന്നു. ആ വഴി പോകുന്നവരെ, പ്രത്യേകിച്ച് പുരുഷന്മാരെ, രാത്രിയിൽ പറ്റിച്ച് ഉന്മൂലനം ചെയ്ത് അവരുടെ ചോര കുടിക്കുകയായിരുന്നു അവളുടെ പ്രധാന ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആ വഴി പോകാൻ പേടിയായിരുന്നു. ഇതൊരു വലിയ പ്രശ്നമായപ്പോൾ വിലോമംഗലം സ്വാമിയാർ എന്ന വലിയൊരു സന്യാസി ആ നാട്ടിലെത്തി. ഒരു ദിവസം രാത്രിയിൽ സ്വാമിയാർ ആ വഴി നടന്നു പോയപ്പോൾ നീലി ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തെത്തി. സ്വാമിയാരെ പല തരത്തിൽ ആകർഷിക്കാൻ അവൾ ശ്രമിച്ചു. എന്നെ ഒറ്റയ്ക്കാക്കി പോകരുത്, എനിക്ക് പേടിയാണ് എന്നെല്ലാം പറഞ്ഞ് അവൾ കൂടെ കൂടി. പക്ഷേ നീലി ഒരു യക്ഷിയാണെന്ന് സ്വാമിയാർക്ക് മനസ്സിലായി. സ്വാമിയാർ ഒരു മാന്ത്രിക ചരടെടുത്ത് നീലിയുടെ കയ്യിൽ കെട്ടി. അവൾക്ക് തന്റെ യഥാർത്ഥ രൂപം കാട്ടേണ്ടി വന്നു. അവൾക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനും കഴിഞ്ഞില്ല. സ്വാമിയാർ ഉടനെ തന്നെ നീലിയെ അടുത്തുള്ള ഒരു പനമരത്തിലേക്ക് ആവാഹിച്ചു. എന്നിട്ട് ആ മരത്തിനു ചുറ്റും അദ്ദേഹം പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലി ഒരു അതിര് കെട്ടി. അങ്ങനെ ഭീകരയായിരുന്ന കള്ളിയങ്കാട്ട് നീലിയെ സ്വാമിയാർ ആ പനമരത്തിൽ തളച്ചു. കള്ളിയങ്കാട്ട് നീലിയെ തളച്ച കഥയെക്കുറിച്ച് അറിയാം. പണ്ട് കള്ളിയങ്കാട്ട് എന്ന സ്ഥലത്ത് നീലി